ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മെയിൻ്റനൻസ് കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് എന്നുള്ള കോയിൻസൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതെന്താണ് ഗൈസ്, ഹോളിയുടെ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ജേഴ്സി കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഗസ്റ്റ് വിന്നർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. ഹോളി ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവരെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രസീലായിരുന്നു, ഞാൻ ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറിയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മറ്റേ ഗോൾ കീപ്പറിനെ കിട്ടുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെ. അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് 300 കോയിൻ എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 2 ആഴ്ച മുടങ്ങാതെ ലോഗിൻ ചെയ്തവർക്ക് എന്തായാലും കോയിൻ കിട്ടിയിട്ടുണ്ട്. 300 കോയിൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അതുകൂടാതെ ഹോളിയുടെ ഭാഗമായിട്ട് കോയിൻ്റെ സെയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. 260 കോയിൻ്റെ സെയിലുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. പിന്നെ ഷോപ്പിനകത്ത് നമ്മളൊരു പ്ലെയർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഉണ്ട് ഗൈസ് ഈ പ്ലെയർ, ഞാൻ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. കിഡിലൊരു പ്ലെയർ തന്നെയാണ് ഗൈസ്, എന്തായാലും നല്ലൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ എന്തായാലും എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ല പ്ലെയർ തന്നെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഷോപ്പിനകത്ത് വെറുതെ ഈ ഫുട്ബോൾ പോയിൻ്റൊക്കെ വെറുതെ എടുക്കുകയാണ്. പിന്നെ ഇൻ്റർ മിലാൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 1500 രൂപയും കൊടുത്ത് ഞങ്ങൾക്ക് ഇതെടുക്കാം ഗൈസ്, ഈ പാക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സെമിയോണി വന്നിട്ടുണ്ട്, സെമിയോണി ഇൻസായി മാനേജർ വന്നിട്ടുണ്ട്. ലോങ് ബോൾ കൗണ്ടറാണ് ഈ ചങ്ങായി. അപ്പോൾ എന്തായാലും എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കോയിൻ ഇല്ല ഗൈസ്, 400 കോയിനുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പാനിഷ് ക്ലബിൻ്റെ ഒരു പാക്ക് വന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്കാണ്. പ്ലെയർ ഓഫ് ദീക്കിനകത്ത് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡോക്കു ഉണ്ട് ഗൈസ്, ഡോക്കു പിന്നെ അതുപോലെ തന്നെ കോമാൻ, പിന്നെ ഇസാക്കോ, അങ്ങനെ കുറച്ച് കിടിലൻ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ പാക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ പാക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ജപ്പാൻ്റെ ഒക്കെ എന്തൊക്കെയോ പാക്ക് വന്ന് എടുക്കുന്നുണ്ട് ഗൈസ്, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇത്രയാണ് ഗൈസ് പറയാനുള്ള. പാക്കിൻ്റെ കാര്യത്തിൽ ഇത്രയാണുള്ളൂ. വേറെ പ്രത്യേകിച്ച് ക്യാമ്പയിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗൈസ്. എന്തായാലും നമ്മുടെ ഈ ബ്രസീലിൻ്റെ ക്യാമ്പയിനൊക്കെ തീരുമ്പോഴായിരിക്കും അവർ വേറെ ക്യാമ്പയിൻസൊക്കെ കൊണ്ടുവരിക. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ അടുത്ത് നമുക്ക് ഫ്രീ സ്പിൻ കിട്ടുന്നത്, ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മറ്റേ ഗോൾ കീപ്പറിൻ്റെ സംഭവം കിട്ടും, ഗോൾ കീപ്പറിനെ കിട്ടും ഗൈസ്. അപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലെയർ ഓഫ് ദി ഒരു ഫ്രീ സ്പിൻ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത് കോയിൻ ഇവൻ്റ് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഇവൻ്റ് ഉണ്ട് ഗൈസ്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്, അതിനകത്ത് കോയിനില്ല. അതിനകത്ത് ട്രെയിനിങ് പ്രോഗ്രാമും ജിപിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഇവൻ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും അതിനകത്തുനിന്ന്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണ മറ്റേ ക്ലബ്ബ് ഇൻ്റർ മിലാൻ്റെ ക്ലബ്ബ് ഇവൻ്റ് കളിച്ചാലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് രണ്ടാമത്തെ മാച്ച് എന്തോ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് 50 കോയിൻ അതിനകത്തുനിന്നും കിട്ടുന്നതായിരിക്കും ഗൈസ്. അത്യാവശ്യം കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും മാച്ചൊക്കെ കളിച്ച് നമ്മളെന്തായാലും ഫ്രീ സ്പിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദീൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും എനിക്ക് അതിനകത്തുനിന്ന് കുറച്ച് ടാർഗറ്റ് ഉണ്ട് നോക്കുവാണെങ്കിൽ ഗൈസ്. പിന്നെ അതിനു മുമ്പ് ഇവിടെ നമ്മൾ ആ കണ്ട മറ്റേ സംഭവം, ആ വോട്ടിംഗ് ക്യാമ്പയിൻ ഒന്ന് എടുക്കട്ടെ ഗൈസ്. അതിനകത്തൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഗസ് ദ വിന്നർ ക്യാമ്പയിൻ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രാക്റ്റ് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഈ ടീമിലുള്ള ഏത് പ്ലെയറിനാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഏത് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് കൊടുത്തേക്കുന്ന പ്ലേയേഴ്സിന് ഏതെങ്കിലും ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുക്കാം ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ഇതിൻ്റെ സ്പിൻ എന്തായാലും എടുത്ത് നോക്കാം, ആരെ കിട്ടുമെന്ന് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദിക്കിനൊക്കെ ആരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവൻറ്റിനകത്ത് ഡിബ്രൂവിനൊക്കെ വന്നെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പാനിഷ് ക്ലബ്ബിൽ ആൻ്റണി വന്നെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഡോക്കു ആണ് ഗൈസ്. ഡോക്കു എൻ്റെ ടാർഗറ്റാണ്. പോളിഫിക് വിങ്ങറാണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയാൻ തന്നെ ഡോക്കു ആണ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് എൻകുങ്കു ആണ് ഗൈസ്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ്
എൻകുങ്കുനും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് കോമാനാണ്, പോളിഫിക് വിങ്ങറാണ്. കോമാനും എൻ്റെ ടാർഗറ്റാണ് ഗൈസ്. അപ്പോൾ ഇവർ 3 പേരാണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ ഇസാക്കോയും എൻ്റെ ടാർഗറ്റാണ് ഗൈസ്. ചങ്ങായി ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പേരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും കിട്ടിയാൽ മതി, ടാർഗറ്റിനെ കിട്ടിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ടാർഗറ്റിനെ തന്നായിരുന്നു കൊനാമി. ഈ പ്രാവശ്യം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. സ്പിന്നെടുക്കാം. ഹെർ വി ഗോ. അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറെ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ എനിക്ക് ആരെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഗൈസ് ഇത് കണ്ടിട്ട് തേപ്പാന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിലും കളറില്ല, പുറമേയും കളറൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം ഇതാരാ നോക്കാം. ഓക്കെ, ലീഗ് 1 ആണ് ഗൈസ്. എനിക്ക് വേണ്ടാത്ത പ്ലെയർ ആയിരുന്നു. കുഴപ്പമില്ല കൊനാമി ഗൈസ്. അപ്പോൾ അവിടെ നമ്മളെ തേച്ചിട്ടുണ്ട്, വീണ്ടും തേപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ലെഫ്റ്റ് ബാക്കിനാണ് നമുക്ക് തന്നത്, എനിക്ക് വേണ്ടായിരുന്നു, ടാർഗറ്റ് അല്ലായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നമ്മുടെ കോൺട്രാക്റ്റ് വെച്ച് എന്തായാലും ഒരു പ്ലെയറിനെ ഞാൻ എന്തായാലും എടുക്കാൻ പോവാണ് ഗൈസ്. അത് ഞാൻ സാക്കേനാണ് ഗൈസ് ഞാൻ എടുക്കുന്നത്. സാക്കേനെ എടുക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ സാലിബ ഉണ്ട് ഗൈസ്, സാലിബ ഉണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് വേറെ ആരും വേണമെന്നില്ല. ഞാൻ എന്തായാലും സാക്കേനെ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെയും എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സാക്കേനെ എടുത്തിട്ടുണ്ട്. ഹെർവിഗോ. അപ്പോൾ സാക്കേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സാക്ക് ഒരു 99-100 കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ സാക്കേനെ എടുത്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.